സിനിമ പരാജയപ്പെട്ടതിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നടൻ സുബീഷ്. 2024 പുറത്തിറങ്ങിയ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളിയായതാണ് അദ്ദേഹത്തെ കടക്കെണിയിലാക്കിയത്. മികച്ച അഭിപ്രായം ലഭിച്ചിട്ടും സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടു. സിനിമയ്ക്ക് വേണ്ടി വാങ്ങിയ കടങ്ങൾ വീട്ടാൻ സാധിക്കാത്തതിനാൽ അദ്ദേഹത്തിന്റെ വീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. പണം നൽകിയവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 3.5 കോടിയോളം രൂപ കടബാധ്യത. അവിടെയുള്ളത് ഞാൻ എടുത്ത വീട് എല്ലാം ജപ്തിയാണ്. 2-3 ബൈക്കിലെടുത്ത് കരഞ്ഞുപോയി. അപ്പോൾ വീണ്ടും കുറേ ഏജന്റുമാർ കൂടി പറ്റിച്ചു. അപ്പോൾ നീ എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ തലവിറ്റി പോയി. പണ്ട് ചെയ്ത ഒരാളെ മോൻ പോയിട്ട് അമ്മ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ച് അല്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. എനിക്കിപ്പോൾ റിലീസ് ചെയ്യണമെങ്കിൽ ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന രീതിയിൽ തന്നെ ഹൈക്കോടതിയിൽ എവിടെയെങ്കിലും പോയിട്ട് റിലീസ് ചെയ്യണം, റിലീസ് ചെയ്യണം. ബിഗ് സ്ക്രീനിൽ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കലാകാരന്മാർ, നമ്മൾ വിചാരിക്കും അവരുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷേ നമ്മളൊന്നും അറിയാതെ പോകുന്ന ചില മുറിവുകളുണ്ട്. ഞാനിന്ന് സംസാരിക്കുന്നത്, ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ശ്രീ സുബീഷ് സുധിച്ചേട്ടനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ചേട്ടൻ്റെ കൂടെയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിലൂടെയാണ് പോകുന്നത്, ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു എന്ന് ചേട്ടൻ ആ ഒരു പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ അറിയാനും അതിനെക്കുറിച്ച് ചേട്ടനോട് തന്നെ നേരിട്ട് സംസാരിക്കുവാനുമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേട്ടനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ചേട്ടൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മളെല്ലാവരെയും ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കണ്ടു, അപ്പോൾ നമ്മളെല്ലാവരും സെലിബ്രിറ്റീസായിട്ട് ഒരു സെലിബ്രിറ്റി ലൈഫ് അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ ചേട്ടൻ്റെ ആ പോസ്റ്റ് വായിച്ചപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കുമല്ലോ നമ്മളൊരാൾ, ചേട്ടൻ അതിൽ പറയുന്നുണ്ട് 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ആ സാഹചര്യം, ഒന്ന് വിശദീകരിക്കാമോ? നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ വേണ്ടി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം വെച്ചാൽ എന്നൊക്കെ ഒരിക്കലും നമ്മളിപ്പോഴും ഞാനായിരുന്നു എന്താ പറയണ്ടേ, ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ സെലിബ്രിറ്റികളുടെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ബാക്കി എല്ലാവരും കുറേയെല്ലാം വല്ലാത്തൊരവസ്ഥയിലാണ് സിനിമയിൽ. അത് നമ്മൾ നിങ്ങൾ അതൊക്കെ ആരും എവിടെയും ബാക്കി എല്ലായിടത്തും നമ്മൾ അതൊക്കെ ചർച്ചയാവുന്നു. പക്ഷേ സിനിമയിൽ മാത്രമേ ചർച്ചയാവുന്നില്ല. അത് അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമുണ്ട്. പക്ഷേ അത് അങ്ങനെയാണ്, അത് അങ്ങനെ പോകില്ല. അത് എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഈ സിനിമ കൊണ്ട് നമ്മൾ ഭയങ്കര സ്വപ്നങ്ങളോടെ അല്ലെങ്കിൽ ആഗ്രഹത്തോടെ, ഞാൻ 85 സിനിമകളോളം അതിന് മുകളിൽ അഭിനയിച്ച ഒരാളാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആഗ്രഹത്തെ നമ്മൾ സിനിമയിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും എൻ്റെ സുഹൃത്തുക്കളായ കുറേ ആൾക്കാർ ഉണ്ടാക്കിയ പൈസയൊക്കെയാണ് വീടൊക്കെ പണയം വെച്ചാൽ. അപ്പോൾ നമ്മൾ പ്രതീക്ഷകളാണല്ലോ. അപ്പോൾ ആ സമയം റിലീസ് ചെയ്ത സമയം വളരെ മോശമായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങളും എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ അവസ്ഥ കണ്ടിട്ട് മാത്രമല്ല, ആ നല്ല സിനിമ ആൾക്കാർ കാണാതെ പോകുന്നില്ല സാധനമാണ്. കണ്ടവർ ഭയങ്കര അഭിപ്രായമാണ് സിനിമ. ഒന്നുമില്ലെങ്കിൽ ഒരു പുതിയ OTT പ്ലാറ്റ്ഫോമിൽ, അല്ലെങ്കിൽ നല്ലൊരു OTT പ്ലാറ്റ്ഫോമിൽ, അല്ലെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യണം. റിലീസ് ചെയ്ത് മലയാളികൾ നിങ്ങളെപ്പോലെ എല്ലാ മാധ്യമ പ്രവർത്തകരും കൂടി കഴിഞ്ഞാൽ ഒരു നല്ല സിനിമയെ പുനർജീവിച്ച് കൊണ്ടുവന്ന് അതൊരു ഹിറ്റാക്കി മാറ്റാതെ വലിയ ചരിത്രമായിരിക്കും അത്. ചേട്ടാ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നല്ലോ. അതിന്റെ ആ പേരിൽ തന്നെ എന്തൊക്കെയോ ഒരു മാറ്റം വരുത്തേണ്ടി വന്നതായിട്ട് ചേട്ടൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ഉദ്ദേശിച്ച ഈ ഒരു പേരിൽ നിന്നല്ലേ? അതെന്നേരം ഭയങ്കര വിവാദമായിരുന്നു. ഭാരത സർക്കാർ ഉൽപ്പന്നം സെൻസർ ബോർഡ് മാറ്റി ഭാരതം മാറ്റി. അപ്പോൾ അതൊക്കെ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ റിലീസ് ചെയ്യണമെങ്കിൽ ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന രീതിയിൽ തന്നെ ഹൈക്കോടതിയിൽ എവിടെയെങ്കിലും പോയിട്ട് റിലീസ് ചെയ്യണം, റിലീസ് ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി വന്നു കഴിഞ്ഞാൽ നമുക്കിനിയിപ്പോൾ ഒരു 10-28 ലക്ഷം രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണം. ഇനി അതിന് ചിലവുണ്ട്. പക്ഷെ നമുക്കതൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും നല്ല കമ്പനി വന്നു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് തോന്നുന്നത് ആൾക്കാർ കാണുമല്ലോ, എന്തായാലും ഒരു മലയാളി മൊത്തം കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മോചിതനായേ പറ്റും. കാരണം ഈ ആൾക്കാർ വിളിച്ച് നമ്മളെ വല്ലാത്ത ബുദ്ധിമുട്ടിച്ചുകൊണ്ട്. അതിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ചേട്ടനും സുഹൃത്തുക്കളും, ഞാനും സുഹൃത്തുക്കളും ചേരുന്നത്. എൻ്റെ ഒരു കുറച്ച് പൈസ ഉണ്ടായില്ല, അത്യാവശ്യം നല്ല പൈസ ഉണ്ടായില്ല. അപ്പം നമുക്ക് അതിൽ നിന്ന് ചേട്ടൻ ഇപ്പോൾ എത്ര രൂപയുടെ അതായത് കടബാധ്യത ഉണ്ടെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ? അതിൽ 3.5 കോടിയോളം രൂപ കടബാധ്യതയുണ്ട്. നമ്മുടെ ഈ വീടിൻ്റെ ജപ്തി കൂടാതെ എല്ലാം കൂടി.
അപ്പോൾ ചേട്ടന് റീ റിലീസ് ചെയ്താൽ ഒരു പ്രതീക്ഷയുണ്ട്. എനിക്കിപ്പോൾ ഞാനല്ല പറയുന്നത്, ഇപ്പോൾ ഇത് പോസിറ്റീവ് പിന്നെ ആൾക്കാർ ഇങ്ങോട്ട് പറയും. തീർച്ചയായിട്ടും. കാരണം നമ്മളുടെ മലയാളികൾ ഇപ്പോൾ എല്ലാ സിനിമകളും ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അപ്പോൾ ഒരു റീ റിലീസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ അത് ശ്രദ്ധിക്കാൻ. അതെ 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 അതെ, അത് പെട്ടെന്ന് ചെയ്യണം. അതെ അതെ, ഈ ഒരു അവസ്ഥയിൽ തന്നെ ചെയ്യണം. അതിന് കുറേ കാലം കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ശരിയാണ്. ആരെങ്കിലും നല്ലൊരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാം ഇതേപോലെ ഒന്നിച്ച് നിന്നാലേ ഒരു ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ തന്നെ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് ഒരു 10,000 പ്രീ ബുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമേ എന്തായാലും ആൾക്കാരെ കൊണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാലേ ആ സിനിമ എന്തായാലും കയറി പോകുമല്ലോ. അതെ ചേട്ടാ, ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമയെന്ന് പറഞ്ഞ ഒരു വലിയൊരു കൂട്ടായ്മയല്ലേ. അപ്പോൾ ചേട്ടനിപ്പം അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ അതിലുള്ള ഒരാൾ വിചാരിച്ചാൽ തന്നെ ഈ ഒരു പ്രശ്നം തീരില്ല, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വിചാരിച്ചാലും ഈ ഒരു പ്രശ്നം. അത് പിന്നെ എനിക്കറിയില്ല, ഇങ്ങനെ പ്രശ്നമില്ല. ഒരുപാട് ആൾക്കാരുണ്ട്. ഒരാളെ വിചാരിച്ചാൽ ചിലപ്പം എല്ലാവരും തീർക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ പോലത്തെ അവസ്ഥ വേറെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ശരിക്ക് അനുഭവിച്ചു. ഞാൻ നാട്ടിൽ പോവാതെ ഞാൻ ശരിക്കും പറഞ്ഞാൽ റൂമിലൊന്നും ഞാൻ കുറച്ച് ഇങ്ങനെ 2-3 ബൈറ്റെല്ലാം കരഞ്ഞു പോയി. അപ്പോൾ വീണ്ടും നിങ്ങളീ സങ്കടപ്പെടുത്തേണ്ട വെച്ചിട്ട് അപ്പോൾ ഈ നമ്മളെ വീട്ടിൽ പോലും പുറത്തിറങ്ങില്ല. ഞാൻ ആൾക്കാർ വരുമ്പോൾ ഞാൻ ഓടി ഉള്ളിൽ കയറും. അങ്ങനെ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. ഇപ്പം ഒന്നാമത് ഇങ്ങനെ 1.5 കൊല്ലമായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോഴേ നമ്മളെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെ വന്നുകൊണ്ടൊക്കെയാണ്. ഇപ്പോൾ ഇന്നലെ തൊട്ടാണ് ശരിക്ക് കിടന്ന് ഉറങ്ങിയത് തന്നെ. അല്ലെങ്കിൽ ഭയങ്കര വിഷയമാണ്. നിങ്ങളിവിടെ ഇപ്പം ഇങ്ങനെ ആൾക്കാർക്ക് ഒന്നും ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ വെറുതെ തള്ളുന്നതായിരിക്കും. വെറുതെ ഒരാൾ കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും നമുക്കത് കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ബിഗ് സ്ക്രീനിൽ നിങ്ങളെയൊക്കെ ചിരിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചിന്തിപ്പിച്ചുമാണ് കണ്ടിട്ടുള്ളത്. ചേട്ടൻ്റെ കണ്ണ് നിറയുന്ന കാണുമ്പോൾ എനിക്കും കൂടുതൽ ചോദിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അത്രയും ഒരു അവസ്ഥയിലാണ് ചേട്ടനുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞൊരു ആശയം വളരെ ശരിയാണ്. നമ്മളുടെ ഈ വീഡിയോ കാണുന്നവരോ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിയതൊരു ക്യാമ്പയിൻ പോലെ ഒരു റീ റിലീസ് പെട്ടെന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ചേട്ടനെ അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തവരും അത്രയും സിനിമയോട് ഇഷ്ടമുള്ളവരായിരിക്കും. ചേട്ടനും ചേട്ടൻ്റെ സുഹൃത്തുക്കളും അത്രയും ആത്മാർത്ഥമായിട്ടൊരു അറ്റംപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരു റീ റിലീസ് ഉടനെ ഉണ്ടായ ചേട്ടൻ്റെ ബുദ്ധിമുട്ടുകൾ മാറും. അതേപോലെ തന്നെ ഇതൊരു വലിയ കൂട്ടായ്മയാണ്. ശരിക്കും നമ്മളിത് കേൾക്കുമ്പോൾ ഞാനൊക്കെ ആദ്യമേ അത് ആലോചിച്ചു, ഒരു കൂട്ടായ്മയിൽ ഒരാൾ വിചാരിച്ചാൽ തന്നെ ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ തീർന്നുകൂടെ എന്ന് നമ്മൾ ആലോചിച്ചു. ചേട്ടൻ ശരിക്കും 80ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ നാടകം അങ്ങനെ സിനിമയിലെ ഞാൻ യൂണിവേഴ്സിറ്റി കലാപതിയൊക്കെ ആയിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം നാടകത്തിൽ കണ്ടോട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ അത് ചേട്ടൻ ഇത് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അത് അപ്പോഴേ ഓക്കെ ആയ ഗംഭീര സബ്ജക്റ്റാണ്. അടിപൊളി. അതല്ല ഞാൻ പറയുന്നത്, റിലീസ് ചെയ്താൽ കേരളം അത് ഭയങ്കര തരംഗമാവും. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കണം. നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നാലും നടക്കുന്നേ. ഉറപ്പായിട്ടും. ഇതിപ്പോൾ നമ്മൾ കുറച്ചാളല്ലായിട്ടും ഇത് അറിഞ്ഞറിഞ്ഞ് ഇനി വലിയൊരു കൂട്ടം വരും. ഇപ്പൊ തന്നെ ആ ഒരു പോസ്റ്റ് തന്നെ നമ്മളെല്ലാം ഏറ്റെടുത്തു. അത്രയും ഹാർട്ട് ടച്ചിങ് ആയിരുന്നു ആ പോസ്റ്റ്. അപ്പോൾ നമ്മൾ ത്രൂ കൂടുതൽ ആളുകളിലേക്ക് വരുമ്പോൾ പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് ഉടനെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. ചേട്ടന്റെ സ്വന്തം സ്ഥലം? അല്ല, ഇത് എന്റെ സുഹൃത്തിന്റെ വീടാണ്. ചേട്ടന്റെ സ്വന്തം സ്ഥലം? ഇങ്ങനത്തെ വീടിനെ ഇപ്പൊ ഇതിലോ പിന്നെ പണയം വെച്ചിട്ട് കടം തീർക്കൂലേ, ഇത് എന്റെ സുഹൃത്തിന്റെ വീടാണ്. സ്വന്തം സ്ഥലം എറണാകുളം, ഇവിടെ പയ്യന്നൂരാണ്. അവിടെയുള്ള ചേട്ടന്റെ വീടാണ് ജപ്തി? അവിടെയുള്ളത് ഞാൻ എടുത്ത വീടും എല്ലാം ജപ്തിയാണ്. മൊത്തം കുറേ പ്രശ്നങ്ങളാണ്. ഞാൻ അവസാനം സിനിമ തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളെ ചിട്ടി ഇതാക്കാൻ വേണ്ടിയിട്ട് ശമ്പള സർട്ടിഫിക്കറ്റ് വിളിച്ച് അതിപ്പോൾ മാസം കൊടുക്കേണ്ട അവസ്ഥയിൽ ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്കും അവരെ ഫാമിലിയൊക്കെ ഇല്ലല്ലേ. അതിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ള പോലെ നിങ്ങൾ എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തലയുറ്റി പോകും. എനിക്കിപ്പോൾ അത് ഇതായി. പുതിയ പ്രോജക്റ്റുകളൊന്നും അഭിനയിക്കാനൊന്നും ഇപ്പോൾ ആരും വിളിക്കില്ല. പക്ഷെ ഇപ്പം വിളിക്കുന്നുണ്ട് എല്ലാവരും. കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിക്കാൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ചെയ്യണം. പക്ഷേ നമുക്ക് ഈ ഇതൊരു ക്രിയേറ്റീവായ സംഭവമല്ലേ. നമ്മൾ ഈ ടെൻഷനും കൊണ്ട് അഭിനയിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ വരുമ്പോൾ ഭയങ്കര കുറച്ച് മോശമല്ലാത്ത അവസ്ഥ. ഇപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ വീണ്ടും കരച്ചിലാണ്. അപ്പോൾ അതിനൊക്കെ പൈസ കൊടുക്കാനുള്ള ഇപ്പം വിളി കുറഞ്ഞു. അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റില്ല, എപ്പോഴും കോളാണ്. അയ്യോ, ഇല്ലെങ്കിൽ എൻ്റെ അമ്മേനെ കാണാൻ പോവാ, അമ്മേനെ ഭീഷണിപ്പെടുത്തുക, വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലാണ്. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ അമ്മ ഇപ്പം വിളിച്ചിട്ട് കാര്യം ഒരു ഫണ്ട് ചെയ്ത ഒരാളെ മോൻ പോയിട്ട് അമ്മ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുന്നു. വല്ലാത്ത അവസ്ഥയാണ്. ഭീഷണി എന്ന് വെച്ചാൽ കൊല്ലുമെന്നല്ല, ഒരാളിങ്ങനെ നിങ്ങളെ മോനെ ഇതാക്കി കളയും തീർക്കുന്നെല്ലാം പറയുമ്പോൾ അവരെ നേരെ നിങ്ങളെ വീട്ടിൽ കയറും, മറ്റേ നിങ്ങളെ മോളെ വീട്ടിൽ കയറും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സാധാരണ സ്ത്രീയല്ല. അപ്പോൾ അവർക്കൊന്നും അനുഭവമില്ലല്ലോ. അനുഭവം എന്നല്ല, അവർക്കൊന്നും ഇത് കണ്ടിട്ടില്ലല്ലോ.
അങ്ങനെയാണ് നമ്മളെ അവസ്ഥ. എന്ത് അന്ന് ശരിക്കും നമ്മളുടെ ഈ മൂവി തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് വേറെ വാണിജ്യ അതായത് കുറെ സിനിമകൾ അങ്ങനത്തെ കൊമേഴ്ഷ്യൽ പടങ്ങൾ മറ്റേ മഞ്ഞുമ്മൽ ബോയ്സ് പ്രേമലും ഒക്കെ ഇറങ്ങിയ സമയത്തായിരുന്നു. ചേട്ടാ അത് OTT പ്ലാറ്റ്ഫോമുകളിലും ഞാൻ ബോംബെയിൽ പോയി കുറേ ഏജന്റുമാരൊക്കെ പറ്റിച്ചെന്നേ. എൻ്റെ അവസ്ഥ ഈ സിനിമയ്ക്ക് ശേഷം ഭയങ്കര ഭീകരം. ഞാൻ എവിടെയും ഇല്ലല്ലോ, ഞാൻ ഈ സിനിമ വിൽക്കാൻ വേണ്ടി ഓട്ടത്തിലാണ്. ഈ OTT പ്ലാറ്റ്ഫോംസിലേക്ക് എന്താ നമ്മളുടെ ഈ സിനിമ എത്താത്ത? അതിൽ അവർക്ക് കുറേ മാനദണ്ഡങ്ങളുണ്ട്. പിന്നെ അവിടെ നമ്മളെ കുറേ ആൾക്കാർ വന്നു ഇത് സിനിമ വിറ്റുതരാന്നെല്ലാം പറഞ്ഞ് കൊണ്ടുപോയി, അത് നടന്നില്ല. വല്ലാത്തൊരു ആരെങ്കിലും പറ്റിച്ചതാണോ ചേട്ടനെ? കുറെ ഏജന്റുമാർ കൂടി പറ്റിച്ചു. പിന്നെ അങ്ങനെ ചേട്ടന് പൈസ ഒരു OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് പടം എടുക്കാന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആരാന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത് ആ പടം എടുക്കേണ്ടത് അവരായിട്ട് പാര വെച്ച്. അത് നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിലെ ഏതോ ഒരാൾ, എനിക്കറിയില്ല ആരാണ്. അതായത് പറയുന്നത്, അയാൾ പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല. അറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞു. ചേട്ടനപ്പോൾ ഈ ഒരു റീ റിലീസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം? പ്രശ്നങ്ങൾ റിലീസ് ചെയ്യുന്നത് ആൾക്കാർ ഇടിച്ച് തിയേറ്ററിൽ കയറണം. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. അങ്ങനെ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, കാണാം.